ബോസിനെ തന്നെ വിളിച്ചാൽ അല്ല വേണ്ട. നിങ്ങൾക്ക് ഇത്ര നാൾ നമ്മളെ വിളിക്കണ്ടായിരുന്നല്ലോ. ഇവിടെ എന്തോ ഹലോ വണക്കോണോ? ചേട്ടനെ നമുക്ക് ഒരു കഥ പറഞ്ഞുതരാം. നോക്ക്, ചേട്ടൻ ആദ്യമായിട്ട് ഓഫീസിൽ കയറുന്ന സമയത്ത് അന്ന് അവിടെ 2 കമ്പനി ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ. അതും എങ്ങനെ തേർഡ് പാർട്ടി ആയിട്ട് ജോലി എടുത്ത് നടത്തുന്നൊരു കമ്പനിയായിരുന്നു നമ്മുടേത്. ചേട്ടൻ വന്നതിന് ശേഷം ചേട്ടൻ്റെ ബുദ്ധി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ഒരു അമേരിക്കൻ കമ്പനിയായിട്ട് ഡയറക്റ്റ് ഡീലിംഗ് കിട്ടി നമ്മുടെ കമ്പനിക്ക്. അത് ഒരെണ്ണേ ഉള്ളെന്നോ? ഏത് ഒരെണ്ണം? ഇഷ്ടം പോലെ ഡീലിങ്സ് കിട്ടി. ആദ്യം ഒരെണ്ണം കിട്ടിയുള്ളൂ, പിന്നെയും കിട്ടിക്കൊണ്ടിരുന്നു. എന്ത് ചിരിക്കുന്നെന്ത്? പിന്നെ അവിടെ ഇരി. അന്നേരം പറയുന്നേക്ക് ഡയറക്റ്റ് ഡീലിംഗ് കിട്ടി കേട്ടാ. അന്ന് ചേട്ടൻ്റെ സാലറി എത്രയാണെന്നറിയോ? ചേട്ടൻ്റെ സാലറി എത്രയാണെന്നറിയോ? എത്ര? 1 3 എത്ര എത്ര? അന്ന് ചേട്ടൻ്റെ സാലറി 60,000 ആണ്, 60,000 രൂപ കേട്ടാ. അന്ന് പക്ഷേ ഇത്രയും സാലറിയൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ ഭയങ്കര അഹങ്കാരം വരും. ഇത്ര സാലറിയും സംഭവങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു ചേട്ടന്. പക്ഷേ ചേട്ടൻ അത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല. ഏത് ചേട്ടൻ അത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അതൊക്കെ ഒരു കാലം, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ച് പറ്റി വെക്കണം. ഡിപ്രഷൻ അടിച്ച് ചേട്ടൻ ചത്തു. നീ ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നു. മക്കള് ഇതിനകത്തുനിന്നൊരു കോണ്ടാക്ട് ചെയ്യണം നോക്കിത്താ നമ്പർ. ഞാൻ ചേട്ടൻ വിളിച്ചിട്ട് ചോദിക്കാം. ഇവനോ ജാട തെണ്ടിയാ. വിളിച്ചോക്കല്ലേ? പ്രവീൺ. ഹലോ പ്രവീൺ, ഞാൻ അഭിഷേകാണ്. സി-ടെക് സൊല്യൂഷൻസിലെ ഞാൻ വിളിച്ചതേ അല്ലല്ല പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ വിളിച്ചത്. ഒരു ജോബ് ആണോ? ശരി ഓക്കെ. അപ്പോൾ കഴിയുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി. മീറ്റിംഗ് കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി ഓക്കെ. ജാടത്തെണ്ടി അവൻ എൻ്റെ അടുത്ത് ചോദിക്കുക ഞാൻ പൈസ വയ്ക്കാൻ വേണ്ടിയാണ് അവനെ വിളിച്ചതെന്ന്. അവനെ കുടുംബം വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലല്ല, അച്ഛൻ്റെ കയ്യിൽ. പെട്ടെന്ന് കൊച്ചിനോട് കളിപ്പിരി. ഞങ്ങൾ കുറെ നേരമായിട്ട് കളിച്ചോണ്ടിരിക്കുക. ഇനി ആ കൊച്ചിനോട് കള്ളം പഠിപ്പിച്ച് മക്കളെ. ഈ ചേട്ടൻ പറയണൊന്നും കേട്ട് പഠിക്കില്ലേട്ടാ. അയ്യോ ഇയാളെല്ലാം തകഞ്ഞവള്. ചായ എടുത്ത്. ചായ നിനക്കല്ല കൊച്ചിനാ. എന്റെ അങ്ങനത്തെ പോയി കുടിക്കും. കൊണ്ടുവരാനാണല്ലോ പതിവ്. അത് സാധാരണ പതിവൊക്കെ ഞാൻ മാറ്റി കേട്ടാ. ഓരോ സമയത്ത് ഓരോ മൂടാണ്. ഹലോ, എനിക്ക് എപ്പോഴും ഒരു മൂടാ. നിനക്കാണ് ഓരോ സമയത്ത് ഓരോ മൂഡ്. എന്തുദ്ദേശം? നിന്റെ സ്വഭാവത്തിന്റെ കാര്യം. ഞാൻ വിചാരിച്ച് ഈ മൂടായിരിക്കും. എന്ത് വൃത്തിയിലാണ് പറഞ്ഞു നോക്കിയേ. പിന്നെ കൊണ്ടടക്കാൻ വൃത്തിയിടില്ല, പറയുമ്പോഴേ വൃത്തിയിടും. മക്കളെ ഇവിടെ ഇരിക്കേ. ആ ചേട്ടൻ പറയണ ഒന്നും കേട്ട് പഠിക്കില്ല കേട്ടാ. ഫോൺ ഇവിടെ വെച്ചിട്ട് പോയോ? ഹലോ, ആരാ? സ്റ്റേഷനോ? റെയിൽവേ സ്റ്റേഷനോ? പോലീസ് സ്റ്റേഷനോ? നിങ്ങളാരാ? ഞാൻ അഭിഷേകിന്റെ വൈഫാ. നിങ്ങളാരെന്ന് പറയടോ. ആദ്യം നിങ്ങളാരാന്ന് പറ. രാഹുലാടാ. എടാ നീ പറ്റിക്കാൻ നോക്കുന്നല്ലേ എന്നെ? ഹലോ, എനിക്ക് മനസ്സിലായി നീയാണെന്ന്. പോടാ വെച്ചിട്ട്. പിന്നെ പറ്റിക്കാൻ വന്നിരിക്കുന്നു. മക്കളെ മറ്റേ രാഹുലില്ലേ, രാഹുല് ഇവിടെ പറഞ്ഞ ഇവിടെ തടിയേ. ജ്യൂസ് കൊതിയേ. ജ്യൂസ് കൊതിയേ. അവൻ എന്നെ വിളിച്ച് പറ്റിക്കാൻ നോക്കുക. പക്ഷെ എനിക്ക് മനസ്സിലായി അവനാണെന്ന്. ആരെ വിളിച്ച? ആ രാഹുലാണോ തോന്നുന്നത്. വേണ്ടിട്ട് എടുത്തു. ഏതോ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടാ വിളിച്ചേ. മക്കളൊന്നും ചെയ്യില്ലട്ടോ.
ഹലോ ആ അതെ സാർ വിളിച്ചായിരുന്നു. അത് സാർ എൻ്റെ വൈഫാ കോൾ എടുത്ത്, അവൾക്ക് അറിയത്തില്ലായിരുന്നു. അല്ല കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് വരാം. ആ സോറി കേട്ടോ. നീ എന്തിനാ എനിക്കൊന്ന് കോൾ എടുത്തേ? ഇവിടെ നിന്ന് ബെല്ലടിച്ചപ്പെടുത്തു. എടി എടുത്ത് മര്യാദയ്ക്കൊന്ന് സംസാരിച്ചോളൂ. നിനക്ക് ഞാൻ എന്താ സംസാരിച്ചത്? രാഹുൽ അല്ലേ വിളിച്ചത്? രാവിലെ ഒന്നും അല്ല, പോലീസ് സ്റ്റേഷനിലാണ് വിളിച്ചത്. എന്തിന്? വെരിഫിക്കേഷന് വേണ്ടി. എന്ത് വെരിഫിക്കേഷൻ? അതൊക്കെ ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം. അപ്പൊ എന്തോ ഉടായ്പുണ്ട്, എനിക്കറിയാം. ഉടായ്പാണെങ്കിൽ നിന്റെ തന്ത. അയ്യോ അച്ഛൻ വരുന്നു, അച്ഛൻ വരുന്നു. ഇങ്ങനെ തേങ്ങ വിടാനും ചാവത്തില്ലേ? കൊച്ചി പ്രശ്നം വരൂലേ? അയ്യോ ചായ ഗ്ലാസ് എടുത്തോ. നമുക്ക് അച്ഛൻ ഇപ്പൊ കൂടെ വന്നത്? അച്ഛനാ ഇപ്പൊ കുറ്റം. ഒരു മുന്നറിയിപ്പൊക്കെ തന്നിട്ട് വന്നിട്ടേ. പിന്നെ എന്റെ അച്ഛൻ എപ്പോഴും വന്നാലും നീ ഇങ്ങനെ എന്നെ പറയുന്നത്. ദൈവമേ, വന്ന് കേറിയിട്ടുണ്ട് ദുരന്തം. ആര്? എന്റെ അച്ഛനാ? അല്ല, ഞാൻ തർക്കിച്ചോണ്ടിരിക്കുന്ന കൊച്ചിനെ എന്ത് ചെയ്യുന്ന? കൊച്ചിനെ ഒളിപ്പിക്കണം. എന്റെ ചോദിക്കുന്നതിനാ? എവിടെ ഒളിപ്പിക്കണോന്ന്? ഇത്രയും വലിയ വീടുണ്ടായിട്ട് എന്തിനാ ചോദിക്കുന്നത്? കൊണ്ടുവച്ച് ഒളിപ്പിക്കും പെട്ടെന്ന്. ഓ സോറി. അയ്യോ അച്ഛൻ എന്തോന്ന് മക്കളെ, എത്ര നേരമായിട്ട് ഞാൻ ബെല്ലടിക്കണമെന്ന് അറിയാം? നിനക്ക് ചെവി കേട്ടുകൂടി? ഞാൻ കിച്ചണിലായിരുന്നു. അകത്തിരുന്ന് എനിക്കൊന്നും കേട്ടുകൂടാ. ആണോ? ഈ അകത്ത് കേൾക്കണ ഒരു ബെല്ല് വാങ്ങിച്ചു വെക്കേണ്ടി. ഇവിടെ നിൽക്കുന്നവർക്ക് അടിക്കുമ്പോൾ ഇവിടെ കേൾക്കാനല്ല, അകത്ത് കേൾക്കാനാണ് ബെല്ല് വാങ്ങിച്ചു വെക്കേണ്ടത്. പുതിയ ബെല്ല് മേടിച്ചു വെക്കാം. ആ അച്ഛൻ വാ. അച്ഛൻ അമ്മ വന്നില്ലേ? അമ്മ വന്നില്ല മക്കളെ, അച്ഛൻ വേറൊരു ആവശ്യത്തിന് വന്നത് ഇവിടെ. ഇതെന്തോ ചാക്രിയാ? ആക്കറിയാ? മലക്കറി. മലക്കറിയാ. അച്ഛൻ വരുമ്പോഴാണ് നല്ല മലക്കറി കിട്ടും. മക്കളെ അവിടെ ഇവിടെ ഉണ്ട്. എടി മക്കളെ, ഓ നമ്മളെ വയൽ വെച്ചില്ല മോട്ടർ, അത് ഇല്ലാതായടി. അയ്യോ. ഓ ഞാൻ അതിനെ കൊണ്ട് ഇവിടെ കൊടുത്തു, ഇവിടെ തേരപ്പറമ്പിൽ. അപ്പൊ അവര് പറഞ്ഞു അതിന്റെ വാൽവ് കയ്യിലും എന്തോ പോയി, നാളെ കിട്ടുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും നിങ്ങളൊക്കെ ഒന്ന് കണ്ട് ഇവിടെ നിന്നിട്ട് നാളെ അത് മാച്ചോട്ടൊന്ന് പോവാ. എന്തോ ഒരു ടെൻഷൻ? ടെൻഷനാ? ടെൻഷനൊന്നുമില്ല. ടെൻഷനൊന്നുമില്ല. അച്ഛൻ വെറുതെ തോന്നുന്നതാ. ഇല്ല, ഓണത്തിന് കണ്ടതിനെക്കാട്ടി ഒരുപാട് ക്ഷീണിച്ചിട്ടില്ല. ആണോ? അതെ, ഞാൻ ചെറിയ ഡയറ്റിലാ അച്ഛാ. അയ്യോ എന്തിനു മക്കളെ ഡയറ്റ് ഒക്കെ നോക്കണത്? കുറച്ച് വണ്ണം വെച്ചിരുന്നാലേ കൊള്ളാം, നോക്കാം അച്ഛനെ പോലെ. അല്ല അച്ഛാ, ഇപ്പൊ ഫുൾ ടൈം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യല്ലേ, ബോഡിക്കാണെങ്കിൽ എക്സസൈസ് ഒന്നും കൊടുക്കണമില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഡയറ്റ് എടുക്കാം, അതുകൊണ്ട് ഫുഡൊക്കെ കൺട്രോൾ ചെയ്യാന്ന് വിചാരിച്ചു. ഈ കൺട്രോൾ മതി, ഒരുപാട് കൺട്രോൾ ചെയ്ത് ഉണങ്ങി കോലം കിടാല്ല കേട്ടാ. മകളെ, അവയ്ക്കിപ്പോ ജോലിയൊന്നും ഇല്ലേ? അബിക്ക് എന്നെ പോലെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്താൽ മതി അച്ഛാ. എല്ലാം നിങ്ങൾ പറയും പോലെ, സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. അല്ല അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? ഇല്ല, നിങ്ങളെ രണ്ടുപേരെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് എന്തോ ഒരു വിമ്മിഷ്ടം പോലെ, ഒരു ആദി. അച്ഛൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൂടുന്നുണ്ടോ ഇങ്ങനെയൊക്കെ? അച്ഛൻ നിങ്ങളെ കുറിച്ചല്ല വേറെ ആരെ കുറിച്ച് ആലോചിക്കാം മകളെ. അല്ല, ഇപ്പോഴത്തെ നിന്റെ വിഷമം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കുഞ്ഞല്ലേ? ആ, അങ്ങനെ ഏത് കുഞ്ഞൊന്നല്ല, നിനക്കൊരു കുഞ്ഞുണ്ടാവാത്തതിന്റെ വിഷമല്ലേ? എൻ്റെ പൊന്നു മോളെ, അന്നും ഇന്നും ഇത് പറയാനേ നേരമുള്ളൂ. ഇത് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ നിന്നെ കെട്ടിച്ചയച്ചതിന് പക്ഷേ നമ്മളവിടെ കന്നുകുട്ടി 3 ആയി. എന്നിട്ടും ഒരു പേരക്കുട്ടിയെ കാണാനുള്ള ഭാഗ്യം ഈ അച്ഛനുണ്ടായി. ഇതൊക്കെ നിന്റെ തള്ളയെന്ന് പറഞ്ഞാൽ പോത്തുണ്ടല്ലോ, അത് വിളിച്ച് അന്വേഷിക്കേണ്ടതാണ്. അതിനാണ് ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല. അമ്മ വെറുതെ കുറ്റൊന്നും പറയണ്ട. അമ്മ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കാറുണ്ട്, പറയാറുമുണ്ട്. പറച്ചിൽ മാത്രമേ ഉള്ളൂ മക്കളെ. അടുത്ത വർഷമെങ്കിലും എനിക്കൊരു പേരക്കുട്ടിയെ തരുമോ? എനിക്കൊരു അപ്പൂപ്പനാവാൻ പറ്റുമോ? അപ്പൊ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് വരാം. മോളെ, ആ ചാക്കൂടെ എടുത്തോണ്ട് പോ. കേട്ടാ ചേട്ടാ, ഇപ്പൊ വരാവേ. പുറത്തൊരു ഭൂതം വന്നിരിപ്പുണ്ട്. ഞാൻ പോയ ഭൂതത്തിനെ കണ്ട് ഒതുക്കിയിട്ടിട്ട് വരാം കേട്ടാ. അച്ഛൻ പോന്നു. കുറച്ചു നേരമായി. ഇവിടെ ഉണ്ടായിരുന്ന? കണ്ടില്ല.
കോളുണ്ടായിരുന്നു. ഓഫീസ് കോളാ? അമ്മ ഒന്നില്ലേ? ഇല്ല മോനെ, നമ്മളെ പൈലിൽ വെള്ളം അടിക്കില്ല പമ്പ്, അത് ഇല്ലാതായിപ്പോയി. ഞാൻ അവിടെ തകരപ്പുറമേ കൊണ്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തോ കേടാണ്. അപ്പോൾ നാളെ കിട്ടുള്ളൂ നോക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ നിന്നിട്ട് നാളെ അത് മാറ്റി തുടങ്ങി പോവാം. അപ്പച്ചൻ നാളെ പോവുള്ളൂ? അങ്ങനെയല്ലേ പോകാൻ പറ്റുള്ളൂ, അല്ലാതെ പോയപ്പോൾ വരാൻ പറ്റുമോ? എന്തോ നോക്കണേ, എന്തോ അവിടെ നോക്കണേ? അല്ല, അത് കഥവ് അടഞ്ഞോ നോക്കിയത്. അതെന്ത്? ജനാല തുറന്നിട്ടിരിക്കുന്നുണ്ടേ കാറ്റടിച്ച് കഥവ് പടയുന്ന ഭയങ്കര സൗണ്ട്. അടഞ്ഞാ? അടഞ്ഞു. പിന്നെ അതെ, നാളെ വേണമെങ്കിൽ ഞാൻ അത് വാങ്ങിച്ചോണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവരാം. എന്തിന്? പെട്രോളിൻ്റെ വിലയൊക്കെ അറിയാലോ. ഇത് മക്കൾ കാറെടുത്ത് അവിടെ കൊണ്ടുവന്ന് തിരിച്ചു വരണം, എന്ത് പറഞ്ഞ പൈസ ആവും. ഞാൻ ബസ്സിലേക്ക് വാങ്ങിച്ചോട്ടെ. അല്ല, അത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. വേണ്ടെന്ന് വെറുതെ എന്തിന്? ഞാൻ നാളെ രാവിലെ ബസ്സിൽ കൊണ്ട് പോയിക്കോളാം മക്കളെ, കുഴപ്പമില്ല. അമ്മ അവിടെ ഒറ്റയ്ക്കില്ലേ വീട്ടില്? നല്ല കാര്യമായി. ഞാൻ ഇങ്ങോട്ട് വരണത് അറിഞ്ഞിട്ട് അവളെ ചേച്ചിയും ചേച്ചിയുടെ മക്കളെല്ലാം കൂടെ അവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ പോയാലേ അവിടെ നിന്ന് പോകുള്ളൂ, അവർക്ക് ആഘോഷമാണ് അവിടെ. അല്ല, അച്ഛൻ പോയാലേ വെള്ളം ഒഴിക്കണ്ടേ കൃഷിക്ക്? ആ മോട്ടറല്ലേ ഇല്ലാതായത് ഇവിടെ ഇരിക്കുന്നത്. ഇത് റെഡിയാക്കിയാലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 2-3 ദിവസം നല്ല മഴ ആയതുകൊണ്ട് അത് കുഴപ്പമില്ല. അച്ഛൻ പോകുന്നില്ല? ഇത് വാങ്ങിച്ചോണ്ടല്ലേ പോകാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, നിൽക്കാം. ശരി. അതെ, നീ ചോറിന് അരി കൂടുതലിട്ടോ. അച്ഛൻ നാളെ പോന്നോളൂ. മക്കളെ, നിങ്ങൾ എവിടെയെങ്കിലും പോവേണോ? ഇല്ല. എന്താ? അല്ല, ഞാനിവിടെ നിൽക്കുന്നതിനോട് അവിക്ക് എന്തോ ഒരു വിഷമം പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ലോ ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. അച്ഛൻ ഇവിടെ കൂടുതൽ ദിവസം നിൽക്കാതില്ല, നമുക്ക് രണ്ടുപേർക്കും വിഷമം. ആണോ? പിന്നെ ശരി, എന്നാ അച്ഛൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. ഇതല്ലേ റൂം? അവിടെ പോവാ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ആയിരുന്നല്ലോ റൂം. അത് നമ്മള് റൂം മാറി. അതെന്തിനും? അല്ല, കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴേ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്, നിങ്ങൾ ഈ അടിക്കടി റൂം മാറുന്നില്ലേ, എന്താണ് രസം? വെറുതെ രസം. അതെന്തെങ്കിലും ആവട്ടെ. മഹി പോയിട്ട് ആ റൂമൊക്കെ ഒന്ന് ചെക്ക്. അല്ല, റൂം എന്തിനു ചെക്ക് ചെയ്യണേ? അച്ഛാ, അത് നമ്മൾ ഉപയോഗിക്കത്തില്ലല്ലോ ഇപ്പോൾ, അതുകൊണ്ട് പൊടിയൊക്കെ അടിച്ചിടക്കാം. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞിരിക്കാൻ. പോട്ടെ. ഇതിപ്പോ ഇവിടെ വെക്കുന്നു. ചെരുപ്പ് ഇനിയിപ്പൊ ഞാൻ ഇവിടെ ഇവിടെ എന്തോന്ന് മക്കളെ ഒരു സ്മെല്ല്? ഇല്ലേ? ഉണ്ടല്ല. കൊറേ നാളായില്ലേ റൂമിൽ കയറിയിട്ട്, അപ്പൊ അടഞ്ഞിരുന്നപ്പോ അതുകൊണ്ടായിരിക്കും. ഇതെന്തോന്നു? പാവാ? ഇതാരുടെ പാവാ? എന്റെ പാവാ. നീ ഇപ്പോഴും ഇതൊക്കെ വെച്ച് കളിക്കോടി? അതൊക്കെ രസമല്ലേ അച്ഛാ? അച്ഛാ, നമ്മുടെ വീട്ടിലെ ഇതുപോലത്തെ കുറെ ഡോൾസ് ഇരിക്കല്ലേ അച്ഛാ? ഒരുപാടുണ്ട്. അതൊക്കെ നിനക്കൊരു കുഞ്ഞിക്കാലായിട്ട് അവർക്ക് കളിക്കാൻ കൊടുക്കാം. എന്തോ നോക്കളെ ഡാൻസ് കളിക്കണം, അതും ഒരു രസമായിരിക്കും. അച്ഛാ, അപ്പൊ അച്ഛൻ റെസ്റ്റ് ഫ്രഷ് ആവും. ഞാൻ അപ്പോഴത്തേക്ക് അച്ഛന് കഴിക്കാൻ ഫുഡ് എടുക്കാം. ഒന്നുമില്ല അച്ഛാ, അച്ഛൻ വന്നതിന്റെ ഒരു സന്തോഷം. ഞാൻ വരുന്നത് വരാമേ.
ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തിയേ? അച്ഛൻ പോകുന്നില്ല, കൊച്ചിനെ എവിടെ ഒളിപ്പിക്കുമെന്ന്. നിന്റെ അച്ഛൻ ആ റൂമിൽ കയറ്റായിരുന്നാ മതി. അച്ഛൻ അതോ കേറിയല്ലോ. കേറരുത്. അതോ കേറിയ പിന്നെ എനിക്കൊരു കാര്യം പറയണ്ട്. അഥവാ അച്ഛൻ കൊച്ചിനെ കണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ പിന്നെ എന്നെ വിളിക്കരുത്, ഞാൻ ഉത്തരവാദിയല്ല, പറഞ്ഞേക്കാം. ആര്? നിന്റെ അച്ഛൻ. ഓ, അപ്പൊ എന്റെ അച്ഛൻ വന്നതാണോ കുറ്റം? അപ്പൊ നീ ചെയ്യുന്നതൊന്നും കുറ്റമല്ല. പിന്നെ നിന്റെ അച്ഛനെ ഞാനല്ലേ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അത് കൊള്ളാം. എന്റെ അച്ഛൻ ഇവിടെ വന്ന എന്താ പ്രശ്നം? എടി നിന്റെ അച്ഛന് ഈ തകരപ്പുറമേ മാത്രമേ മോട്ടോർ ശരിയാക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ പറഞ്ഞ അച്ഛൻ കേൾക്കും. നിന്റെ അച്ഛനെ തകരപ്പുറമേ മാത്രമേ ശരിയാക്കാൻ പറ്റത്തുള്ളൂ. ആരുടെ സ്ഥലമൊന്നുമില്ലേ? അതെ, എന്നാ എല്ലായിടത്തും പറയാം നിന്റെ സൗകര്യം നോക്കി ജീവിക്കേ. അതെ, അവരുടെ ഇഷ്ടമാണ് എവിടെ നന്നാക്കണ്ടല്ലോ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കേട്ടാ. ആരണമൊക്കെ വന്ന് കേറിയത്. ആ കിടന്ന കാരണം എന്താന്ന് വെച്ചാൽ ചോദിക്കും. അച്ഛൻ കൊച്ചിനെ കണ്ടെന്ന് തോന്നുന്നേ. അച്ഛൻ കൊച്ചിനെ കണ്ടെന്ന് തോന്നുന്നു. ഞാൻ കേട്ട്. ചെന്നെന്തെങ്കിലും പറ. പിന്നെ ഞാൻ കാണിച്ചു വെച്ചതും പോലെ ഞാൻ ഈ നാട്ടുകാരിയല്ലേ. പോ ചെല്ല്. ഒന്ന് മാറി. എന്താ കൊച്ച് കൊച്ച് അതിനെ ചോദിച്ചത് കണ്ടാ നീ? ഈ കൊച്ച് ഏതെന്നാണ് ചോദിച്ചത്. ആരുടെ കൊച്ച്? ഹലോ ഹലോ, ഇടയിൽ ആരുടെ കൊച്ചെന്ന്? ഇത് ആ രാഹുലിന്റെ കൊച്ച്. ഇവന്റെ കൊച്ചാ? അതിനിവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇവന്റെ കൊച്ച് സ്വന്തം കൊച്ചല്ല, പിന്നെ ഇവന്റെ ചേച്ചിയുടെ കൊച്ച്. അതിന് ഇവന് ചേച്ചിയില്ലല്ലോ, ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. അന്ന് വന്ന ഡോക്ടർ ചേട്ടൻ. എല്ലാം ഓർമ്മയുണ്ടല്ലേ? ഓർമ്മ ഉള്ളതുകൊണ്ടല്ലേ ചോദിച്ചത്. ആ അതെ, അതായത് അത് സ്വന്തം ചേച്ചിയല്ല, അപ്പച്ചിയുടെ മോളുടെ കൊച്ചാണ് ഇത്. അപ്പച്ചിയുടെ മോളുടെ കൊച്ചു. മോളുടെ കൊച്ചാണ് ഇത്. മനസ്സിലായ? ശരി, ആ കൊച്ചൊന്നും ഇവിടെ കളിക്കണേ? അത് ഇവൻ രാവിലെ ഇവിടെ കൊണ്ടാക്കി. അവർക്ക് എന്തോ ബിസി ആയതുകൊണ്ട് ഇവിടെ നോക്കാൻ വേണ്ടി കൊണ്ടാക്കി. അപ്പോൾ കൊണ്ടാക്കിയപ്പോഴത്തേക്കും മഹിയുടെ കൂടെ കളിച്ചിട്ട് കൊച്ച് ഉറക്കുമായിരുന്നു. ഇപ്പം എണീറ്റുള്ളൂ, കുറച്ച് നേരം ആയതുള്ളൂ എണീറ്റിട്ട്. അപ്പോൾ അവൻ പിന്നെ എടുക്കാൻ വേണ്ടി ഒന്നില്ല, ഉറക്കമായണ്ടേ പോയി. ഇപ്പം എടുക്കാൻ വേണ്ടി വന്നേനല്ലേ കൊച്ചിനെ ഉണർന്ന്. അല്ല, അവൻ്റെ മുഖഭാവം കണ്ട് ഇതൊന്നും അറിയാത്തവരല്ലേ അവൻ നിൽക്കുന്നത്? അല്ല, എന്താണ് യഥാർത്ഥ പ്രശ്നം? എന്താണ് യഥാർത്ഥ പ്രശ്നം? ഈ ഇരിക്കുന്ന കൊച്ചി നിന്റെ അപ്പച്ചിയുടെ മോളാണോ എന്നുള്ളതാണ് പ്രശ്നം. ആണോ? അപ്പൊ ഒന്നും അറിവിടത്തോടെ അയ്യോ അതല്ല, അങ്കിള് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ഞാൻ നിൽക്കുന്നതായിരുന്നു. എന്തോന്ന് രാവിലെ ഇതൊക്കെ പറഞ്ഞു തന്നാലേ മനസ്സിലാവൂ. എനിക്കെന്തോന്ന് ജോത്സ്യം അറിയാമോ? ഇതാ നിന്റെ അപ്പച്ചിയുടെ മോളെ കൊച്ചാണെന്നുള്ളത്. ഇതൊക്കെ പറഞ്ഞു തരണ്ടേ? ഞാൻ മൊബൈൽ ചാർജ് എടുക്കാൻ വേണ്ടി ആദ്യം പറയുന്നപ്പോൾ ഇവിടെ ഒരു കൊച്ചിരിക്കുന്നു. ഞാൻ എന്താ വിളിച്ചു, ഇത് ഏത് കൊച്ചെന്ന്? അതല്ലേ മൊബൈലിന്റെ ചാർജ് ടിവിയുടെ ബാക്കിലുണ്ട്. അവിടെ ഇരിക്കണം. ശരി, നേരത്തോളാം. ശരി ശരി. ഓ, എത്ര പെട്ടെന്നാന്ന് ഓരോരുത്തർ ഇങ്ങനെ കള്ളം പറയുന്നത്. വല്ലാത്ത കഴിവ്. എന്താ പ്രശ്നം? ഇത് അമ്മ ബുക്കിയാ. ബുക്കിയല്ലേ, പക്ഷെ കറക്റ്റ് സമയത്താണ് നീ വന്നത്. ഇപ്പൊ മനസ്സിലായോ എന്റെ വിലയൊക്കെ മനസ്സിലായി. രാത്രി ഇപ്പം എന്ത് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അതിപ്പോ എന്തോ വിചാരിക്കുന്നത്? സിമ്പിൾ അല്ലേ? എന്തുവാ ഈടാ, ഞാൻ എന്റെ ചേച്ചി വിളിച്ചപ്പോ അവര് നാളെ അവരിങ്ങോട്ട് വരുന്നു, കൊച്ചിപ്പോ ഉറങ്ങിയില്ല, കിടന്ന് ഉറങ്ങട്ടെ, നാളെ ഒന്ന് വിളിച്ചോണ്ട് പോവാന്ന്. തീർന്നു, സിമ്പിൾ. വേണമെങ്കിൽ ഞാനും ഒന്ന് പറയാം. പിന്നെ മറക്കാതിരുന്നാ മതി. ഞാൻ മറക്കില്ല, നീ മറക്കാതിരുന്നാ മതി. അയ്യോ അതല്ല, ഞാനിപ്പോ ചെയ്യുന്ന ഈ സഹായം മറക്കാതിരുന്നാ മതി. അതെ, ചെയ്യുന്ന സഹായമായിട്ട് ചോദിക്കുകയല്ല, ഒരു 2000 രൂപ തരാം. എങ്ങനെ? ഒരു 2000 രൂപ കടവിട്ട് മതി. 2000 തീരെ കുറഞ്ഞു പോയില്ലേ? ഞാനൊരു 4000 രൂപയ്ക്ക് നിനക്ക് തരട്ടെ. മതി, ഞാൻ തിരിച്ചു തരാം. തന്നെ? തള്ളിയിടല്ലേ, തള്ളി വീണ പനി പിടിക്കും. വെള്ളത്തിൽ തള്ളിയിട്ടാലേ ഓഹോ, അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഞാൻ നാറിയെന്ന്.
എടാ ഇവിടെ നടക്കുന്ന സംഭവം നിന്റെ അമ്മായിയപ്പനോട് പറഞ്ഞോണ്ടല്ലോ പുള്ളിക്കാരൻ തീരുമാനിക്കും ആരാ നാറിയെന്ന്. നീ പോയി പറയടേ. ഞാൻ പോയി പറയാം. നീ പോയി പറഞ്ഞോളൂ. ഞാൻ പോയി പറഞ്ഞിട്ടേ പുള്ളിക്കാരൻ 2000 രൂപ മേടിക്കും. നീ എന്തിനാ പേടിപ്പിക്കുന്നു? നീ പോയി പറഞ്ഞോളൂ. നീ ആണോ പോയി പറടാ. ഞാൻ പറഞ്ഞു കൊടുത്തോ? പറ. നിനക്ക് പേടിയില്ല? ഇല്ല. നിനക്ക് പേടിയില്ല? ഇല്ല കാണാം. ഞാൻ ഇപ്പൊ വിളിക്കും. പറ. ലാസ്റ്റാ ചോദിക്കണ പറ്റോ ഇല്ലേ? ഏ വിളിയടേ. അങ്കിളേ ഇല്ലടേ. അയ്യോ 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 എന്റെ കാൽ. വയസ്സായ ഒരു മനുഷ്യൻ എന്റെ പിള്ളേക്കാണ് കയറുന്നത്. അതുകൊണ്ടാ ബർത്ത്ഡേ അപ്പോ ബർത്ത്ഡേ ഞാൻ എന്തിയാ മോനെ? മനുഷ്യനെ കൊല ഒരു വയസ്സായ മനുഷ്യൻ നോക്കി ഇറങ്ങുന്നേ. അല്ല നിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല. അവനെ പറഞ്ഞ കാര്യമല്ല. ഒരിടത്തന്മാരെ കൊണ്ടുവരും കൂട്ടുകാരന്മാരെന്ന് പറഞ്ഞു. കിട്ടിയല്ലേ, സമാധാനമായല്ലോ. എന്താ ഇവിടെ ഒരു ബഹളം കേട്ടെ? ഒരു ബഹളം കേട്ടെ എന്താന്ന്? ഇവനെ നിന്റെ അച്ഛനൊരു വിഷു കൊടുത്തു.